ഇടുക്കി കല്ലാർ 60-ാം മൈൽ ഇവാഞ്ചലിക്കൽ ദേവാലയത്തിന് സമീപം മണ്ണിടിച്ചിൽ. സംരക്ഷണ ഭിത്തിയോട് ചേർന്ന മണ്ണിടിഞ്ഞ് കൃഷിയിടത്തിലേക്ക് പതിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് മേഖലയിലെ മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ബിനീഷ് ആന്റണി നൽകും വിവരങ്ങൾ. കല്ലാർ 60-ാം മൈലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ 60-ാം മൈലാണ് ഇന്ന് പുലർച്ചെ 6:30-ഓടെ വലിയ ഇടിച്ചിലുണ്ടായത്. സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞ താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ദേവാലയത്തിൻ്റെ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ മുറ്റവും പൂർണ്ണമായും തന്നെ ഇടിച്ച് വലിയ രീതിയിലുള്ള അപകടാവസ്ഥയിലാണ്. ഇനിയും ശക്തമായ മഴ പെയ്താൽ തന്നെ ഇത് കൂടുതൽ ഇടിയാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും നമ്മളോട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ആരോപിക്കുന്നത്. റോഡിൻ്റെ അശാസ്ത്രമായ നിർമ്മാണമാണ്. കാരണം ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലായിട്ടും ഈ മണ്ണ് എടുക്കുന്നതും അതുപോലെ കെട്ടുന്നത് പോലും അടി സ്ട്രോങ് ആയി അല്ലാത്ത രീതിയിലാണ് കെട്ടുന്നത്. അപ്പോൾ അത് കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോൾ കെട്ടിവെച്ചിരിക്കുന്ന 50 പോലുള്ള സാധനം അടന്നു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും മണ്ണെടുത്ത് മാറ്റുന്നതും ഈ ദേശീയപാത കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ഇറ്റാന് വരെ പല സ്ഥലങ്ങളിലും വൻതോതിൽ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ അശാസ്ത്രീയമായ പാറ പൊട്ടിക്കുന്നതും വലിയ വിപത്ത് കാഴ്ചവെക്കുന്നില്ലേ? അതിപ്പോൾ ഗ്യാപ്പ് റോഡിൻ്റെ ഒരു സമാനമായി തന്നെ ഇങ്ങോട്ട് മാറും. കാരണം വിപത്ത് എന്ന് പറയാൻ പറ്റില്ല. ഈ പാറ പൊട്ടിക്കുന്ന പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും പാറ അടന്ന് ഇപ്പം സൈഡിൽ ഓട പണിതുണ്ട്. ആ ഓടയിൽ പോലും പാറ വീണ് ബ്ലോക്ക് ആകുകയും വണ്ടികൾക്ക് പോകാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അത് അടിയന്തരമായി ഇപ്പോൾ ഈ പണി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ്. കുറച്ച് ദിവസത്തെങ്കിലും ഈ മഴ ശക്തമായിരിക്കുന്നതുകൊണ്ട് ഈ എടുക്കാതെ പണി നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് ഞാൻ പള്ളിക്കകത്ത് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. സമയത്ത് അതിഭയങ്കരമായൊരു ശബ്ദം കേട്ടു. വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ണെല്ലാം കൂടെ ഒഴിച്ച് പോകുന്നത് കണ്ടത്. പെട്ടെന്ന് ഞാൻ തിരിച്ച് പള്ളിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. പിന്നെ എനിക്ക് അറിഞ്ഞു വന്നവരും പിന്നെ വഴിയിൽ നിന്നവരെല്ലാം കൂടെ എൻ്റെ കാർ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. പോസ്റ്റ് മറിഞ്ഞ് കാറുമായിട്ടൊരു 2 11 കെ പോകുന്നത് ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. പണി തുടങ്ങിയ സമയം തൊട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം എങ്ങനെയാണത് ചെയ്തു വെച്ചത്. ജസ്റ്റ് മണ്ണിൻ്റെ മുകളിൽ ബെഡ് അടിച്ചിട്ട് ചെയ്യുക. ഞങ്ങൾക്ക് ഇവിടെ നല്ല റോഡുണ്ടായിരുന്നു പള്ളിയിലേക്ക്, അത് നശിപ്പിച്ചിട്ടാണ്, അല്ലാതെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് അവരിങ്ങനെ പണിത്. നിലവിൽ അത്തരത്തിൽ തന്നെയാണ് ഈ മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം നിർത്തിവെക്കണോ എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ ആരോപണം. ഏതായാലും മുൻപും ജില്ലാ കളക്ടർ ഈ പ്രവർത്തനം ഈ മഴക്കാലത്ത് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവ് നൽകിയിരുന്നു. ആ ഉത്തരവ് വീണ്ടും നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. കാരണം വലിയ മഴയത്ത് തന്നെ പല സംരക്ഷണ ഭിത്തികളും ഇടിഞ്ഞ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. ഏതായാലും ഇത് ഒരു വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണെന്ന് പറയാൻ സാധിക്കും. ഏതായാലും അത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഈ അശാസ്ത്രീയമായി നടക്കുന്ന ഈ നിർമ്മാണത്തിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നത്.